സന്നിഹിതരായിട്ടുള്ള ഈ വേളയിൽ ആധ്യാത്മികമായ കാര്യങ്ങളെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലാത്ത ഞാൻ എന്തെങ്കിലും പറയണത് ഉചിതമായിരിക്കും തോന്നുന്നില്ല. രാഷ്ട്രീയം എല്ലായിടത്തും വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നമ്മൾ ജനങ്ങൾ തമ്മിൽ മൈത്രീഭാവം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം പ്രത്യേകിച്ചിട്ടും ആധ്യാത്മിക രംഗത്തുള്ള ആൾക്കാർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നൊരു എളിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിലും കൊലപാതകങ്ങളും ഒക്കെ നിരന്തരമായി നടത്തുകയും ധാരാളം നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കേരളത്തിൽ തന്നെയുള്ളതാണ്. വിദൂരമായ സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ആ വക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ലല്ലോ ഇപ്പോഴത്തെ വേദി. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അവൻ ഏത് മതക്കാരനായി ജീവിക്കണം എന്നുള്ളത് മുതിർന്ന ശേഷം സ്വാതന്ത്ര്യം ഉണ്ടാവുമായിരിക്കാം. മറ്റെല്ലാം ദൈവനിശ്ചയമായിട്ട് വരുന്നതാണ്. ഞാനൊരു ഹിന്ദുവായി ഒരു നായർ കുടുംബത്തിൽ ജനിക്കുന്നത് എൻ്റെ തീരുമാനമല്ല, ദൈവേച്ഛയാണ്. അതുപോലെ നമ്മളെല്ലാവർക്കും അതേപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന മതത്തിലായി എന്നുള്ളത് ഒരു കുറ്റമല്ല, ഒരു പോരായ്മയല്ല. വാസ്തവത്തിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത് വിഘാതമാവേണ്ട കാര്യമില്ല. മതം വ്യക്തിയും സർവേശ്വരനും ആയിട്ടുള്ള ബന്ധം നിർണയിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിധി കൽപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അതത് കാലത്ത് അതത് സാഹചര്യത്തിൽ അന്ന് യുക്തമായിട്ടുള്ള നിലപാടുകൾ ഓരോരുത്തരും സ്വീകരിക്കുന്നു. ഏതായാലും അതിൻ്റെ മുഴുവൻ കാതലായിട്ടുള്ള വശം മനുഷ്യനെ മൃഗീയ നിലവാരത്തിൽ നിന്ന് ഉയർത്തി അവനെ ആത്യന്തികമായ സത്യത്തിലേക്ക്, പരമമായ പ്രേമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം. തടസ്സങ്ങൾ പലതും ഉണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവൻ ആ കാര്യത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപദേശം തന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ പോകുന്നു മറ്റന്നാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വളരെ ലളിതവും സാരഗർഭവുമായിട്ടുള്ള ഉപദേശം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദം വളർത്താനും മനുഷ്യ സ്നേഹത്തിൻ്റെതായിട്ടുള്ള മേഖലകൾ കണ്ടെത്താനും ധാരാളമായിട്ട് സാധിക്കും. അതായിരിക്കണം ശരിയായ കാഴ്ചപ്പാട് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണോ എന്നും സംശയിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വലിയ ബിസിനസ്സായി പറഞ്ഞു വരുന്നു. ചെറിയ ഒരു അസുഖമായിട്ട് വരുന്ന ആൾക്കാരെ കൊണ്ടുപോയി അനാവശ്യമായിട്ടുള്ള ധാരാളം ടെസ്റ്റുകളൊക്കെ നടത്തി അവൻ്റെ പേഴ്സിൻ്റെ കീശയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അത് വസൂലാക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലത്തുണ്ട്. അങ്ങനെയുള്ള പരാതികൾ ധാരാളം നിലനിൽക്കുന്നുണ്ട്. ഒരു ബിസിനസ്സാണത് പല സ്ഥലത്തും ആശുപത്രി. എനിക്ക് തോന്നുന്നു ആശുപത്രികളുടെ ആവശ്യമുണ്ട്. ആശുപത്രികൾ രോഗം വർദ്ധിക്കുമ്പോൾ ആശുപത്രികളും വർദ്ധിക്കും.
എനിക്ക് തോന്നുന്നു ആശുപത്രികൾ ധാരാളമുണ്ട്. പക്ഷെ കുറവുള്ളത്, എനിക്ക് എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഈ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ള ഹോസ്പിസ് എന്നൊരു സംവിധാനമുണ്ട്. ഹോസ്പിറ്റലല്ല, ഹോസ്പിറ്റല് രോഗം ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി രോഗം കണ്ടെത്താനൊക്കെയുള്ള സംവിധാനങ്ങളുള്ള സംവിധാനമാണ്. മറ്റേത് നേരെ മറിച്ച് ഹോസ്പിസ് എന്ന് പറയുമ്പോൾ രോഗം ടെർമിനലായിട്ട് ഇനി ചികിത്സയ്ക്കുള്ള സ്കോപ്പില്ല, അവന് സമാധാനപരമായിട്ട് മരണത്തിനുള്ള അല്ലെങ്കിൽ ആ ചികിത്സ നല്ല അന്തരീക്ഷത്തിൽ മനസ്സമാധാനത്തോടുകൂടി ആ ചികിത്സ നടത്തിക്കൊണ്ട് അത് രോഗം വർദ്ധിക്കാതിരിക്കാനും അങ്ങനെ ദീർഘകാലം അങ്ങനെ സംരക്ഷണത്തിൽ കഴിയേണ്ടതായിട്ടുള്ള അതിന് വേണ്ട പ്രത്യേക സംവിധാനങ്ങൾ, അതിന് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ധാരാളം സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഹോസ്പിസ് എന്നുള്ള സംവിധാനങ്ങൾ, അതിന് കുറേ ആവശ്യമുണ്ട്. സ്വാന്തനം എന്നുള്ളതായ ആ ഒരു ആസ്പെക്ട്, ആ ഒരു വശത്തിന് പ്രാമുഖ്യം നൽകുന്ന സ്ഥാപനങ്ങൾ വളരെയേറെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് മലബാറിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കാണുന്നൊരു കാര്യം, ധാരാളം ആൾക്കാർ ഈ മലബാർ ഭാഗത്തുകളുടെ ട്രെയിനിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ധാരാളം ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതിനുള്ള സംവിധാനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും ടെസ്റ്റുകൾ നടത്താനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ വരേണ്ടി വരുന്നു. ധാരാളം ആൾക്കാർ ആ ദുരിതം അനുഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ആവശ്യമാണ്. ഏതായാലും തലസ്ഥാന നഗരിയിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവരുടെ ഈ സാന്ത്വന ചികിത്സ അവരെ സംരക്ഷിക്കാനുള്ള, അവർക്ക് മനസ്സമാധാനത്തോടുകൂടി പരിചരണങ്ങളൊക്കെ നോക്കി നൽകാനുള്ള ഒരു സംവിധാനം പണക്കാർക്ക് കിട്ടാനുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അതിന് വലിയ വശമുള്ളതല്ല. ഒരു 5 സ്റ്റാർ ആശുപത്രികൾ ധാരാളം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. അതുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരും ഇപ്പോൾ മനസ്സിലായിക്കൊണ്ട് വരുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ഒരു സംഘടിതമായിട്ടുള്ള ഒരു നല്ല ഒരു ശ്രമം ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് എന്നോട് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നിട്ടുള്ള